ലഹരി മാഫിയെ തൂത്തെറിയാൻ ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാനുമായി പോലീസ് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. നൈജീരിയക്കാരനും ഒരു വനിതയും അടക്കം 2 പേരെ ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും പോലീസ് പിടികൂടി. വിവിധ ജില്ലകളിൽ റെയ്ഡുകളും അറസ്റ്റും തുടരുകയാണ്. ലഹരി മരുന്ന് ശൃംഖലയുടെ വേരറക്കാനുള്ള നടപടികൾ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മരുന്നുകളുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും സംശയമുനയിലുള്ളവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സ്കൂളുകൾക്ക് മുമ്പിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റി വ്യാപാരം നടത്താനാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സംഘങ്ങളുടെ ശ്രമം. 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് ഓപ്പറേഷൻ തൂഫാൻ വഴി കണ്ടെടുത്തു. 2 അന്താരാഷ്ട്ര സംഘാംഗങ്ങളെ പിടികൂടി. 16 അംഗങ്ങളുള്ള ഒരു കേസിൽ നൈജീരിയൻ പൗരൻ സാമുവലിനെ ഡൽഹിയിൽ നിന്നാണ് പിടികൂടിയത്. പത്തനംതിട്ടയിലെ ഒരു കേസിൽ എൽസീന എന്ന വിദേശ വനിതയെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. തൂഫാൻ വിജിലൻസ് എന്ന സംവിധാനം രൂപീകരിച്ചിട്ടുണ്ടെന്നും രഹസ്യവിവരങ്ങൾ ആർക്കും പോലീസിന് കൈമാറാമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. 16 അംഗങ്ങളുള്ള 4 ടീമുകൾ രൂപീകരിക്കുകയും ഈ ടീമുകൾ പകലും രാത്രിയിലും നിരന്തരമായ അന്വേഷണങ്ങൾ നടത്തി നിരോധിത മയക്കുമരുന്നുകളുടെ ഉറവിടങ്ങൾ കണ്ടെത്തി അത് നശിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുതായി രൂപീകരിച്ച ടീം വളരെ ഊർജ്ജസ്വലമായ നിലയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും പോലീസിനെ കൃത്യമായി അറിയിക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയ്ഡുകളും അറസ്റ്റും തുടരുകയാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന സ്കൂൾ ബസ് ഡ്രൈവർ ഇരിങ്ങാലക്കുടയിൽ പിടിയിലായി. കോണത്തുകുന്ന് കുഞ്ചപ്പറമ്പ് സ്വദേശി സുധീഷാണ് അറസ്റ്റിലായത്. ഇയാൾ മുകുന്ദപുരം പബ്ലിക് സ്കൂളിലെ ബസ് ഡ്രൈവറാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത്. തൃശൂർ ഒല്ലൂരിൽ കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 5 പേരും പിടിയിലായിട്ടുണ്ട്. 1.27 ഗ്രാം MDMA, ഡിജിറ്റൽ ത്രാസ്, സിപ്ലോ കവറുകൾ, 30,000 രൂപ, പെപ്പർ സ്പ്രേ, ആയുധങ്ങൾ എന്നിവയും വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ റൂറലിൽ മാത്രം 73 കേസുകളിലായി 31 പ്രതികൾ റിമാൻഡിലായിട്ടുണ്ട്. ആളൂർ, വരന്തരപ്പള്ളി, കൊരട്ടി, മാള, വെള്ളിക്കുളങ്ങര, ചാലക്കുടി, അന്തിക്കാട്, വാടാനപ്പള്ളി എന്നിവിടങ്ങളിലാണ് അറസ്റ്റ്. മലപ്പുറം പാണ്ടിക്കാട് മുടിക്കോട് പാലത്തിന് സമീപം MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. നെല്ലിക്കുത്ത് മുക്കം സ്വദേശികളായ ജാബിർ, മുഹമ്മദ് റിയാസ് എന്നിവരാണ് പിടിയിലായത്. യുവാക്കൾക്ക് ലഹരി എത്തിച്ചു നൽകിയ മാഫിയ സംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതായി പോലീസ് അറിയിച്ചു. കോഴിക്കോട് നടത്തിയ തെരച്ചിലിൽ MDMAയുമായി 2 പേർ പിടിയിലായി. അരക്കിണർ ഭാഗത്ത് കാറിൽ കടത്തുകയായിരുന്ന 50.99 ഗ്രാം MDMAയുമായാണ് കോഴിക്കോട് മുഖദാർ നൈനാംവളപ്പിൽ NV അബ്ബാസ്, പള്ളിക്കണ്ടി ചെമ്മീൻകുഴിക്കൽ പറമ്പിൽ SP സക്കീർ എന്നിവർ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ലഹരി കടത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വയനാട്ടിൽ 19 പേർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് നിരോധിത പാൻ മസാലകൾ, കഞ്ചാവ് ബീഡികൾ, ഹാഷ് ഓയിൽ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. സ്കൂൾ പരിസരങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, മാളുകളുടെ പരിസരങ്ങൾ, ഇടവഴികൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ബത്തേരിയിലെ ഒരു ഫാൻസി കട, അടച്ചിട്ടിരിക്കുന്ന ഫാമിലി ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നും ഒരു സ്ത്രീയുടെ പേരിലുള്ള സ്കൂട്ടറിൽ നിന്നും നിരോധിത പുകയിലോൽപ്പന്നങ്ങളായ ഹാൻസ്, കൂൾ ലിപ്സ് തുടങ്ങിയവ പിടിച്ചെടുത്തു. റിസോർട്ടുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.